നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നിരുന്നു. ആ ഹർത്താൽ പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോയത് ദളിത് സംഘടനകളാണ്. 52ഓളം ദളിത് സംഘടനകളെ പിന്തുണച്ചുകൊണ്ടുള്ള സംഘടനകളും ഇതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഒരു പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഹർത്താലിൽ നടന്നത് എന്നാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവർ പറയുന്ന, അതായത് ഈ ദളിത് സംഘടനകൾ പറയുന്ന ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ ഹർത്താലിനകത്തും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദളിതന്മാർ നടത്തുന്ന ഹർത്താൽ ആയതുകൊണ്ട് തന്നെ, ഞങ്ങൾ ദളിത് നടത്തുന്ന സംഘടന നടത്തുന്ന ഹർത്താൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പലർക്കും ഒരു പ്രാധാന്യമില്ലാതെ പലരും അത് പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നത്, ഞങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് എന്നാണ് ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. അതിനി ഹർത്താൽ ഇനി ഏത് തരത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിച്ചാലും ജനജീവിതം ദുസ്സഹമാക്കിയാലും അതിനി ആര് തന്നെ ഹർത്താൽ നടത്തിയാലും ഇത്തരത്തിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന അതൊക്കെ ഹർത്താലൊക്കെ പണ്ട് എനിക്ക് പണിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പോയേ പറ്റൂ, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്ന് സധൈര്യം പറഞ്ഞ് മുന്നോട്ട് വന്ന് എതിർത്ത് നിൽക്കുന്ന പലരും, അതിപ്പോൾ ഈ ദളിത് സംഘം നടത്തിയ ഹർത്താൽ എന്ന് മാത്രമല്ല, കോൺഗ്രസ് നടത്തിയ ഹർത്താൽ ആയിക്കോട്ടെ, BJP നടത്തുന്ന ഹർത്താൽ ആയിക്കോട്ടെ, ഇനി നമ്മുടെ CPM നടത്തുന്ന ഹർത്താൽ ആയിക്കോട്ടെ, ഏത് ഹർത്താലിനും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന, ഇത്തരത്തിൽ അവരുടെ കാര്യങ്ങൾ പറയുന്ന ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്നവർ, അതായത് ഈ നിതിൻ രാജ് എന്ന നമ്മുടെ തലയ്ക്ക് മുകളിൽ മരിച്ചു നിൽക്കുന്ന ആ വിദ്യാർത്ഥി ഈ വാർത്തകൾ കേട്ടാൽ എങ്ങനെയായിരിക്കും ആ വിദ്യാർത്ഥിയുടെ മനസ്സ് വേദനിക്കുക? അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ളതായിരുന്നോ ഈ പറയുന്ന ഹർത്താൽ നടന്ന ഗുണ്ടായിസം എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്ന് ഹർത്താലാണെന്ന് അറിയാമായിരുന്നല്ലോ, അപ്പോൾ പിന്നെ വീട്ടിലിരിക്കാൻ പാടില്ലായിരുന്നോ? ബാംഗ്ലൂരിൽ നിന്നും കൈക്കുഞ്ഞുമായി എത്തിയ ഒരു അമ്മ വീട്ടിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നല്ലോ, നിങ്ങൾക്ക് എന്താ ഹർത്താലാണെന്ന് അറിഞ്ഞൂടായിരുന്നോ? ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാതെ വഴിതടയുകയും വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയാൻ ഇവിടെ ചില നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ വഴിതടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായി ബലമായി ഹർത്താൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഗുണ്ടായിസമാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ശ്രീജിത്ത് പണിക്കരാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചത്. രോഗിയോട് നീ ആശുപത്രിയിൽ പോകണ്ട, തിരിച്ചു വീട്ടിൽ പൊക്കോ എന്നൊരു ക്യാൻസർ പേഷ്യന്റിനോട്, ഒരു ക്യാൻസർ രോഗിയോട് പറയാൻ അവന്റെ പിതാശ്രീയുടെ റോഡ് അല്ലല്ലോ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള ഈ റോഡ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുള്ള, ഏത് ഫണ്ട് എടുത്താണോ നിർമ്മിച്ചിട്ടുള്ള ഈ സംസ്ഥാനത്തെ റോഡ് ഈ പറഞ്ഞവന്റെ പിതാശ്രീയുടെ റോഡ് അല്ലല്ലോ, പേരിലുള്ള റോഡ് അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ഇത്തരം തെമ്മാടിത്തരങ്ങളോട്, ഇത്തരം ഗുണ്ടകളോട് ഇതിനേക്കാൾ നല്ല മാന്യമായ ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ നമുക്ക് നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒന്നാമതൊരു വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ ആ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ജാതി വ്യത്യസ്തമാണ് എന്ന രീതിയിലത്തേക്ക് കോടതി കണ്ടതുകൊണ്ടല്ല അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. അത് പലരും തെറ്റായിട്ട് കോട്ട് ചെയ്തതാണ്. കാരണം ആ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയിൽ നിതിൻ രാജിന്റെ അച്ഛന്റെ ഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതേപോലെ കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റ് ആണ്, അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വക്കീലിന്റെ വാദമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കോടതി പറയുകയല്ല ഇയാളുടെ ജാതി വേറൊന്നാണ് എന്ന്. അത് ഈ കേസിന്റെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഡോക്ടർ റാം എന്ന് പറയുന്ന അവിടുത്തെ HODയെ ജാമ്യം നൽകുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്, ശ്രീ ചാലമോഹനൻ പറഞ്ഞിരിക്കുന്ന കാര്യം. 2, ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റിയുടെ പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികൾ എന്നല്ല ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. രോഗികളായിട്ടുള്ള നിരവധി മനുഷ്യർക്കാണ് ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി പേർക്കാണ് ഇന്ന് വെല്ലൂർ സർവകലാശാലയുടെ എൻട്രൻസ് പരീക്ഷകൾക്ക് ഉൾപ്പെടെയുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അക്രമം നടത്തിയിരിക്കുന്ന ഗുണ്ടകൾക്ക് അത് മനസ്സിലാവില്ല എങ്കിലും രോഗികളുടെയും വിദ്യാർത്ഥികളുടെയും മനോവിഷമം നിതിൻ രാജിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തമൊക്കെ നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഈ തെമ്മാടിത്തം അഴിച്ചുവിട്ടിരിക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം
എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. അതിനപ്പുറത്തേക്ക് മാന്യമായിട്ട് അങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്ന ഗുണ്ടകളോട് സംസാരിക്കാൻ കഴിയില്ല. ഏറ്റവും ലിമിറ്റഡ് പോയിന്റാണ് ഞാൻ പറയുന്നത്. ഹർത്താൽ ഗുണ്ടകളെ ശരിയായി കൈകാര്യം ചെയ്തിരിക്കുന്ന കണിയാപുരത്തെയോ മറ്റോ പോലീസുണ്ട്. അവരാണ് സത്യത്തിൽ നമ്മുടെ സാഷ്ടാംഗമുള്ള ഒരു പ്രണമിക്കൽ അവർ വാങ്ങേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രണാമം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയുള്ള ഈ അക്രമം ഉണ്ടാക്കാൻ വന്ന വഴി തടയാൻ വന്നിരിക്കുന്ന പല ആൾക്കാരെയും അവരവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള എന്താ പറയുന്നത്, ഒരു തരത്തിലുള്ള കരുതലും മര്യാദയും ഒന്നും കൊടുക്കാതെ അവരെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കൂടാതെ ദിവസവേതനക്കാരായിട്ടുള്ള ആൾക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റത്തിനെ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്നിരുന്നിട്ട് നീതീകരിക്കാനായിട്ട് കഴിയുന്നത്? ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? അത്രത്തോളം അക്രമം ഇതിൽ നടന്നു എന്നതുകൊണ്ടാണ്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ നടത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. നിതിൻ രാജിന്റെ മരണത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. റൂൾ ഓഫ് ലോ അവിടെ കൃത്യമായിട്ട് നടപ്പാക്കണം. ഇതാണ് ആവശ്യം. സമാധാനപരമായിരിക്കും ഈ ഹർത്താൽ എന്ന് പറഞ്ഞിരുന്നത് ആരാണ്? സമരസമിതിയല്ലേ. അവശ്യ സർവീസുകളെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും വാഹന ഗതാഗതത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. എന്നിട്ട് ഇന്ന് കാണിച്ചത് എന്താണ്? ആർക്കാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം? മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇല്ലാതെയാക്കി രോഗികളോട് പോലും കരുണയില്ലാതെ പെരുമാറാനായിട്ട് ഇക്കൂട്ടർക്ക് എങ്ങനെയാണ് കഴിയുക?